ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നില ഉയരാനൊരുങ്ങി നിലമ്പൂർ. ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചുവടുവെക്കാൻ വരുന്നു പിക്കാഡോ. ഉദ്ഘാടനം ജൂൺ 7 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക്. പിക്കാഡോ, പിക്ക് ദ ബെസ്റ്റ് നിലമ്പൂർ. വിൽപ്പനയ്ക്കായി സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 19 ലിറ്റർ മദ്യവും പ്രതികൾ സഞ്ചരിച്ച ഹോണ്ട ആക്ടിവ സ്കൂട്ടറും നിലമ്പൂർ എക്സൈസ് പിടികൂടി. ഒന്നാം പ്രതി എടവണ്ണ പെരകമണ്ണ സ്വദേശി സുധീഷ് എക്സൈസ് ഓഫീസിൽ കീഴടങ്ങി. ഒളിവിൽ പോയ രണ്ടാം പ്രതിക്കായി എക്സൈസ് അന്വേഷണം ഊർജിതമാക്കി. വടപുറം പാലത്തിന് സമീപം എക്സൈസ് വാഹന പരിശോധന നടത്തിവരവെ സ്കൂട്ടറിലെത്തിയ പ്രതികൾ കടന്നുകളയുകയായിരുന്നു. സ്കൂട്ടർ വെട്ടിച്ചെടുക്കുന്നതിനിടയിൽ 5 ലിറ്റർ മദ്യമടങ്ങിയ ഒരു സഞ്ചിയും വാഹനം ഓടിച്ചിരുന്നയാളുടെ മൊബൈൽ ഫോണും നിലത്ത് വീഴുകയായിരുന്നു. തുടർന്ന് മഞ്ചേരി റോഡിലേക്ക് പ്രവേശിച്ച് അമിത വേഗതയിൽ അപകടകരമായ രീതിയിൽ വണ്ടിയോടിച്ച് രക്ഷപ്പെടുകയായിരുന്ന പ്രതികളെ എക്സൈസ് സംഘം പിന്തുടർന്ന് എടവണ്ണ സ്റ്റേഷൻ പരിധിയിലെ കുണ്ടുതോട് ചളരിങ്ങലിൽ വെച്ച് പിടികൂടിയെങ്കിലും എക്സൈസ് അധികൃതരെ വെട്ടിച്ച് പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വാഹനവും 19 ലിറ്റർ മദ്യവും പിടിച്ചെടുത്തു. സ്കൂട്ടർ ഓടിച്ചിരുന്ന പ്രതി എടവണ്ണ പെരകമണ്ണ സ്വദേശി സുധീഷ് ഇന്നലെ രാത്രി 11 മണിയോടെ നിലമ്പൂർ എക്സൈസ് ഓഫീസിൽ കീഴടങ്ങി. രണ്ടാം പ്രതിയായ മമ്പാട് സ്വദേശി ഒളിവിൽ പോയി. രണ്ടാം പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഉടനെ അറസ്റ്റ് ചെയ്യുമെന്നും എക്സൈസ് അധികൃതർ വ്യക്തമാക്കി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ റഷീദ്, സിഒമാരായ ഷംനാസ്, റിജു, എബിൻ സണ്ണി, രാജീവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. BCA, BSW, BCom തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DSAT, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.